എന്ന് പറയുന്ന നോവലില് ജിൻവാൽജീൻ വിളക്കാലും ഒട്ടിച്ചുകൊണ്ടുപോയിട്ട് പോലീസ് പിടിച്ച് പോലീസ് ഓഫീസർ അയാളെ തിരിച്ചു കൊണ്ടുവരും ബിഷപ്പിൻ്റെ അടുത്ത്. എന്നിട്ട് പറയും, അങ്ങയുടെ വിളക്കാലുകളാണ് ഇവൻ മോഷ്ടിച്ചതാണ് എന്ന് പറയും. അപ്പം മെത്രാൻ പറയും, മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. പോലീസ് ഓഫീസർ വലിയ ആശ്ചര്യത്തോടെ ചോദിക്കും, അങ്ങേക്ക് ഇവൻ അറിയാമോ? മെത്രാൻ പറയും, അറിയാം. ആരാണിവൻ? ബിഷപ്പിൻ്റെ മറുപടി, എൻ്റെ സഹോദരൻ എന്നാണ്. ആ ഉത്തരമാണ് ക്രിസ്തുമതം. ആ ഉത്തരത്തിലാണ് ക്രിസ്ത്യാനിറ്റിയെ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റുക. അല്ലാതെ ഫ്രാങ്കോ ജയിലിൽ നിന്ന് വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൻ്റെ പേരല്ല. മനസ്സിലായില്ല? നിരനിരയായിട്ട് ആളുണ്ടല്ലോ, ഇനിയും ഉണ്ടാവും കേട്ടോ, ഇനിയും ഉണ്ടാവും. മതം ഭ്രാന്തായിട്ട് എത്രയോ ആളുകളെ ഈ നരകത്തിലേക്ക് കൊണ്ടുപോയി, ഇനിയും കൊണ്ടുപോകും. പക്ഷെ അതല്ല മതം എന്നാണ് നവോത്ഥാനം പറയാൻ ശ്രമിച്ചത്. കിഷോർ ചേലക്കര എന്ന കലാകാരൻ. പാട്ട് വൈറലായെങ്കിലും ഇത് എഴുതിയത് താനാണെന്ന് അറിയാതെ പോയതിലുള്ള സങ്കടം ഈ കലാകാരനുണ്ട്. മൂക്കുകൊണ്ട് ഓടക്കുഴൽ വാദനം ശ്രദ്ധേയമായപ്പോൾ യൂട്യൂബേഴ്സിന് വേണ്ടി താൻ എഴുതിയ 4 വരി നാടൻ പാട്ട് പാടി. അതാണിപ്പോൾ മറ്റാളുകൾ പാടി വൈറലായിട്ടുള്ളത്. മുല്ലത്തറയിലെ വെണ്ണിലാച്ചേലോടെ പൊൻതിരിവട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാനാ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ, ചെമ്പൻ മുടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി. മനുഷ്യർ, മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ വയ്യാത്ത മനുഷ്യർ, കടയിൽ ചെന്ന് ഉപ്പ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുന്നവർ. 19-ാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചു നോക്കണം. ഭാസ്കരനുണ്ണി എഴുതിയിട്ടുണ്ട്, പുളിച്ചതെന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പുലയുവാവനെ തല്ലിക്കൊന്ന രാജ്യമായത്. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവരുടെ ആരുടെയും സൗജന്യ ബുദ്ധി ഉണ്ടല്ല, ആചാരങ്ങളെ ലംഘിച്ച് 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 ഇവിടം വരെ എത്തിയത്. അതിന്റെ പേരാ നവോത്ഥാനം. ആചാരമായിരുന്നെങ്കിൽ അതൊക്കെ ഇന്നും ബാക്കിയുണ്ട്.